നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് സേവിങ് ഇൻവെസ്റ്റ്മെന്റും ആണ്. സേവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സേവിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സസ് ഓഫ് ഇൻകം ഓവർ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. എന്ന് പറഞ്ഞാൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകത്തിലുള്ള ആ എക്സസിനെയാണ് നമ്മൾ സേവിങ്സ് ആയിട്ട് കണക്കാക്കുക. സോ സേവിങ്സിന് S=Y-C എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അഗ്രിഗേറ്റ് സേവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും കൂടെ സേവിങ്സ് ആണ്. അപ്പോൾ കെയ്ൻസ് ഹാസ് മെയ്ഡ് കറണ്ട് സേവിങ്സ് ഡിപ്പെൻഡ് അപ്പോൺ കറണ്ട് ഇൻകം. അപ്പോൾ കെയ്ൻസ് പറയുന്നത് കറണ്ട് ഇൻകത്തിനെ ആശ്രയിച്ചിരിക്കും കറണ്ട് സേവിങ്സ് എന്ന് പറയുന്നത്. പക്ഷെ അക്കോർഡിംഗ് ടു റോബർട്ട്സൺ, സേവിംഗ് എന്ന് പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ യെസ്റ്റർഡേയ്സ് ഇൻകം ആൻഡ് ടുഡേയ്സ് കൺസപ്ഷൻ. ഇന്നലെയുള്ള ഇൻകത്തിൻ്റെയും ഈ ഇന്നത്തെ കൺസപ്ഷനും കുറച്ചുള്ള ആ ഒരു ഡിഫറൻസ് ആണ് സേവിങ്സ് എന്നാണ് റോബർട്ട്സൺ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എക്സാൻറ്റി സേവിങ്ങും എക്സാൻറ്റി എക്സ്പോസ്ഡ് സേവിങ്സും ആണ്. എക്സാൻറ്റി സേവിങ്സ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് സേവിങ്സ് ഓഫ് ദ എക്കോണമി. എക്കോണമിയിലെ നമ്മൾ പ്രതീക്ഷിച്ചല്ലേ പ്ലാൻ ചെയ്തല്ലേ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സേവിങ്സിനെയാണ് എക്സാൻറ്റി സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമില്ല, പെട്ടെന്ന് റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒബ്സേർഡ് ആയിട്ടുള്ള സേവിങ്സിനെയാണ് എക്സ്പോസ്ഡ് സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സേവിങ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ആയിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻ ഓർഡിനറി സെൻസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മീൻസ് ബൈയിങ് ഷെയർസ്, സ്റ്റോക്സ്, ബോണ്ട്സ്, സെക്യൂരിറ്റീസ് വിച്ച് ആർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും എന്താ? ഷെയറും സ്റ്റോക്കും ബോണ്ട്സും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസും ഒക്കെ വാങ്ങുക എന്നുള്ള ഒരു ആശയമാണ് മനസ്സിൽ വരും. പക്ഷേ ബട്ട് ദിസ് ഈസ് നോട്ട് റിയൽ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഇതൊന്നും റിയൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി എ ട്രാൻസ്ഫർ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്. അല്ലേ, ഓൾറെഡി ഉള്ള ഒരു അസറ്റിനെ നമ്മൾ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ അതിനെ നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. അതെന്നപ്പോൾ ഒരിക്കലും അഗ്രിഗേറ്റ് സ്പെൻഡിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ കെയ്നീഷ്യൻ ടെർമിനോളജി പ്രകാരം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് റെഫേഴ്സ് ടു ദ റിയൽ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ആഡ്സ് ടു ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ക്യാപിറ്റൽ എക്യുപ്മെന്റിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് റിയൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ് ഇൻകം ആൻഡ് പ്രൊഡക്ഷൻ ബൈ ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് പർച്ചേസ് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് അതുപോലെ തന്നെ ലെവൽ ഓഫ് ഇൻകം ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ലെവൽ ഓഫ് ഇൻകം. ലെവൽ ഓഫ് ഇൻകത്തെ ഇൻക്രീസ് ചെയ്യുന്ന അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ പർച്ചേസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്ത് അങ്ങനെ ലെവൽ ഓഫ് ഇൻകം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കെയ്നീഷ്യൻസ് പറയുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പം ഒരു ന്യൂ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ പബ്ലിക് വർക്ക്സ് ലൈക്ക് ഡാംസ്, റോഡ്സ്, ബിൽഡിങ്സ് എക്സെട്ര ഒക്കെ അതിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അത് മാത്രമല്ല നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററീസ്, സ്റ്റോക്ക്, ഷെയർസ് ഓഫ് എ ന്യൂ കമ്പനീസ് എല്ലാം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ എന്നാണ്. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ റിയൽ അസറ്റ്സ് ലൈക്ക് ഫാക്ടറീസ്, പ്ലാന്റ്സ്, എക്യുപ്മെന്റ്സ് ആൻഡ് ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ആൻഡ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ക്യാപിറ്റൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഫാക്ടറീസും പ്ലാന്റും അതിലെ എക്യുപ്മെന്റ്സും പിന്നെ ഫിനിഷ്ഡും സെമി ഫിനിഷ്ഡും ആയിട്ട് ഗുഡ്സിനെ എല്ലാം നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കാൻ പറ്റും. It is any previously produced input that can be used in the production process to produce other goods. Other goods മറ്റു ഗുഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു ഇൻപുട്സിനെ നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അവൈലബിൾ ഇൻ ആൻ എക്കോണമി ഇസ് ദ സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ക്യാപിറ്റലിന്റെ എമൗണ്ടിന് പറയുന്നതാണ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റും ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് പ്രോഫിറ്റ് ഓർ ഇൻകം മോട്ടീവ്ഡ്. ഇൻകം അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ ഒരു വരുമാനം ആഗ്രഹിച്ച് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളെയാണ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ എന്നിപ്പം പ്രൈസ്, വേജസ്, ഇൻട്രസ്റ്റ് അതിലൊക്കെ വരുന്ന ചേഞ്ചസ് അതിന്റെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൈസ്, വേജസ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം നമ്മുടെ ലാഭത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്.
അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൺസപ്ഷൻ ഡിമാൻഡ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് ടു മീറ്റ് ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസസ്. തസ് ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇൻകത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റും കൂടും. ഫോർ എക്സാമ്പിൾ, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ കൺസപ്ഷൻ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെന്റും ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് പറയാൻ പറ്റും I = ഫംഗ്ഷൻ ഓഫ് Y എന്ന്. ഇനി ഈ ഫിഗർ നോക്കിക്കേ, I1 എന്നുള്ളതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കർവ് കാണിക്കുന്നത്. അത് ഇവിടുത്തെ പറയുന്ന ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് കർവ് എന്ന് വെച്ചാൽ പല ലെവൽ ഓഫ് ഇൻകത്തിനനുസരിച്ച് പല ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും കാണിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് 0 അറ്റ് OY1 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഇവിടെ Y എന്ന് എഴുതിയിട്ടുള്ളൂ, ശരിക്കും അത് Y1 ആണ്. OY1 എന്നുള്ള ആ ലെവൽ ഓഫ് ഇൻകത്തിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ ഇൻകം Y2യിലേക്ക് കൂടിയപ്പോഴത്തേക്കും ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് I2 ആയി. Y2യിൽ നിന്ന് Y3യിലേക്ക് കൂടിയപ്പോഴത്തേക്കും ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് I2ൽ നിന്ന് I3 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് പ്രോഫിറ്റ് ഓർ ഇൻകം മോട്ടീവ്ഡ് വൺ. അപ്പൊ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നാ, അത് ഇൻകത്തെയോ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ഓഫ് ദ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ഈസ് ദസ് ഇൻകം ഇൻഇലാസ്റ്റിക്. അതുകൊണ്ട് തന്നെ ഇൻകത്തിനെ ആശ്രയിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഇൻകം ഇൻഇലാസ്റ്റിക് ആണെന്ന് പറയാനായിട്ട് സാധിക്കും ഈ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സോജീനിയസ് ഫാക്ടേഴ്സ്. എക്സോജീനിയസ് ഫാക്ടേഴ്സ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ഇരിക്കുന്നത്. അപ്പൊ എക്സോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇന്നോവേഷൻസ്, ഇൻവെൻഷൻസ്, ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻസ്, ലേബർ ഫോഴ്സ്, റിസർച്ച്, സോഷ്യൽ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെതർ ചേഞ്ചസ്, വാർ, റെവല്യൂഷൻസ്. അപ്പൊ എല്ലാത്തിനെ ആശ്രയിച്ച് എക്സോജീനസ് ഫാക്ടേഴ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്ലൂഡ്സ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻ ബിൽഡിംഗ് ഡാംസ്, റോഡ്സ്, കനാൽസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എക്സെട്ര. അപ്പൊ ഇങ്ങനത്തെ കൺസ്ട്രക്ഷന് വേണ്ടിയൊക്കെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സിനെ ഒക്കെ നമുക്കൊരു ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇനി അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ. വാട്ടർ മേ ബി ദ ഇൻകം, ഇൻവെസ്റ്റ്മെന്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത് കണ്ടോ. I1 ആയിരുന്നു ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ഇൻകം സെയിം ഒക്കെ തന്നെ, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് കൂടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ഫ്ലോ ഓഫ് എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണ്. അപ്പം investment is in the nature of flow expenditure during a given time period on new fixed capital goods, or is in the nature of an addition to the stock of raw materials and unsold consumer goods is called gross investment എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ വിറ്റുപോകാത്തതായിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സിലൊക്കെ അഡീഷൻ ചെയ്തു വരുന്ന ആ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റിനാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റിൻ്റെ അകത്ത് ഈ ക്യാപിറ്റലിന് വരുന്ന വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ കുറച്ചുള്ള നെറ്റ് അഡീഷൻ ആണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. However, replacement of investment denotes the expenditure incurred to maintain the stock of capital in an economy intact. This type of expenditure is undertaken to offset the depreciation, wear and tear, and the obsolescence in the existing productive capacity. So, net investment is thus the excess of gross investment over the റീപ്ലേസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിപ്രീസിയേഷൻ. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ആ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുള്ളതാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് റീപ്ലേസ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്? സേവിങ്സ് എന്നാന്ന് നോക്കി, ഇൻവെസ്റ്റ്മെന്റ് എന്നാന്ന് നോക്കി, ഇൻവെസ്റ്റ്മെന്റിന്റെ 4 ടൈപ്സും നോക്കി. നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് സേവിങ് ഇൻവെസ്റ്റ്മെന്റും ആണ്.